ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. യൂലോഗിയ എന്നൊരു പദം, അതിനെ വിവക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്താണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ? പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം നമ്മോട് പറയുന്നു, നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. തങ്ങളിൽ അനുഗ്രഹിക്കുവാൻ സഹോദരവർഗത്തോട് അഥവാ വിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു വ്യക്തി മറ്റൊരാളെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നതിനകത്ത് ചില ആത്മീക മർമ്മങ്ങളുണ്ട്. എന്താണ് അനുഗ്രഹത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് എന്നുള്ളതിൻ്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ വർധനവ്. ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് അവൻ കൈവെക്കുന്ന സകലത്തിലും വർദ്ധിക്കുക എന്നുള്ളത്. നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. 1-ാം സങ്കീർത്തനം തന്നെ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്തെല്ലാം അവൻ ചെയ്താലും സാധിക്കുമെന്നാണ് എഴുതപ്പെടുന്നത്. വീണ്ടും അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവനായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു വൃക്ഷം ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് വേണ്ടിയല്ല, മറിച്ച് ആ വൃക്ഷത്തെ സമീപിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അടുക്കൽ ചെല്ലുന്ന ഒരുവനും നിരാശപ്പെട്ട് മടങ്ങിപ്പോകത്തില്ല. അത് ഏതെല്ലാം ആവശ്യങ്ങൾക്കായാലും, സാമ്പത്തികമാകാം, ആത്മീകമാകാം, എന്ത് കാര്യങ്ങൾക്കായാലും ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരുവൻ്റെ അടുക്കൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്കൊരിക്കലും നിരാശയോടെ മടങ്ങിപ്പോകേണ്ടി വരികയില്ല. ഇതാണ് അവിടെ ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. മാത്രമല്ല, ഈ തക്ക കാലത്ത് ഫലം കായ്ക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും അവൻ്റെ വിടുതലുകൾ താമസിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരികയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, എല്ലാം സമയത്ത് തന്നെ സംഭവിക്കും. കാലസമ്പൂർണതയിൽ തന്നെ സകലവും സംഭവിക്കും. ഒന്നും താമസിച്ചു പോകുകയില്ല. ആർക്കും അവനെ തടയുവാൻ കഴിയത്തില്ല. ഒന്നുകൂടി പറയാം, ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ട് അനുഗ്രഹിക്കപ്പെട്ടവനെ ദേശത്ത് ദൈവം നിർത്തും. ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് അഥവാ ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ദൈവം അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയായി അവർക്ക് നൽകിയതാണ്. നമ്മോടുള്ള ബന്ധത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. എന്താണ് അനുഗ്രഹം? വീണ്ടും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. അനുഗ്രഹത്തിൽ ഐശ്വര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികവും ആത്മീകവുമായിട്ടുള്ള സകല കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്നത്. ഐശ്വര്യമെന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായി ഊന്നൽ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പാപമാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതവർക്ക് ദൈവത്തിൻ്റെ തിരുവചനം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഈ ധനികനാകുക എന്ന് പറഞ്ഞാൽ അത് ഒരു പാപമാണെന്നും ധനികന്മാർ സ്വർഗത്തിൽ പോവുകയില്ല എന്നുമൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നാം മനഃപൂർവ്വമായി തിരഞ്ഞെടുത്ത ഒന്നാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ദരിദ്രരെ ദൈവം എന്തോ പ്രത്യേകമായി സ്നേഹിക്കുന്നെന്നോ ദൈവത്തിന് ദരിദ്രരോട് ഒരു പ്രത്യേക കൺസേൺ ഉണ്ടെന്നോ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചിന്തകൾ ഒരുപക്ഷെ വരാറുണ്ട്. വാസ്തവമാണ്, യാക്കോബിന്റെ ലേഖനം ഇപ്രകാരം പറയുന്നുണ്ട്, ദരിദ്രന്മാരെ ദൈവം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തിരഞ്ഞെടുത്തില്ലയോ? അത് വളരെ വാസ്തവമാണ്. അതിൻ്റെ അർത്ഥം ദാരിദ്ര്യമല്ല അനുഗ്രഹം. ഒരിക്കലും ദാരിദ്ര്യം അനുഗ്രഹമല്ല. ദൈവവചനം പഠിച്ചാൽ അതൊരു ശാപമാണ്. ഇനി ദാരിദ്ര്യം ശാപമാണ് എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും അത് ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു എന്നുള്ള പദം എടുത്തുകൊണ്ട് ഒരിക്കലും
നമ്മുടെ ദാരിദ്ര്യത്തെ നാം വിലയിരുത്തുകയും ചെയ്യരുത്. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് നാം നിമിത്തം അവിടുന്ന് ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയാതിരിക്കരുത്. അവിടെ യേശു ദരിദ്രനായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സമ്പന്നത നൽകുവാനാ. അല്ലെങ്കിൽ യേശു കർത്താവ് എന്തിലെല്ലാം ദരിദ്രനായോ ആ കാര്യങ്ങളിലെല്ലാം ഞാൻ സമ്പന്നനാകാൻ യേശു ആഗ്രഹിക്കുക. എന്നാൽ പലപ്പോഴും നാം പഠിച്ചത് യേശു എന്തിലെല്ലാം ദരിദ്രനായോ അതിലെല്ലാം നാമും ദരിദ്രരായിരിക്കണമെന്നാണ്. അങ്ങനെ ദൈവവചനം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നത് തൻ്റെ സമ്പന്നത നമുക്ക് നൽകുവാൻ വേണ്ടിയാണ്. അപ്പോൾ യേശു ഏതെല്ലാം കാര്യങ്ങൾ ദരിദ്രനായി തീർന്നോ ആ കാര്യങ്ങളിലെല്ലാം നാം സമ്പന്നരാകുവാൻ ദൈവം ആഗ്രഹിച്ചു. ഇതാണ് അവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്. നമ്മളിത് ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ് ഇതേ പ്രതിപാദ്യ വിഷയം. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, ബൈബിൾ ഗ്രീക്കിൽ നിന്നും അഥവാ മൂലഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ വിവർത്തനം ചെയ്തപ്പോൾ വന്ന ചില വിവർത്തന പിശകുകളുണ്ട്. അതുകൊണ്ട് തന്നെ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നുള്ള പദവും അതിൻ്റെ ആശയവും മറ്റൊരു തലത്തിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഓർപ്പിച്ചത് ദാരിദ്ര്യത്തെക്കുറിച്ചല്ല, ആത്മാവിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. ഏതായാലും നമുക്ക് ഈ അനുഗ്രഹം എന്നുള്ള വിഷയത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദാരിദ്ര്യം ഒരിക്കലും ദൈവാനുഗ്രഹമല്ല. ദൈവം ഒരാളെ പോലും അനുഗ്രഹിച്ച് ദരിദ്രനാക്കിയിട്ടില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു സമൃദ്ധിയുള്ളവരാക്കി. അപ്പം നമ്മുടെ പിതാവായ അബ്രഹാം മുതൽ ഇങ്ങോട്ട് എല്ലാവരും സമ്പന്നരായിരുന്നു. ഈ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സമ്പന്നനാക്കും. എന്നാൽ അടുത്ത അധ്യായത്തിൽ പറയുന്നത് ദൈവം അബ്രഹാമിനെ സമ്പന്നനാക്കിയ വിധത്തെക്കുറിച്ചാണ്. സോദോം രാജാവ് എന്ന് പറയുന്ന ആ ദേശത്ത് ജനത്തിൻ്റെ രാജാവായവൻ്റെ അടുക്കൽ അബ്രഹാം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരിക്കും. ഒരു രാജാവിനോടാണ് പറയുന്നത്. ആ രാജാവിനെ യുദ്ധത്തിന് സഹായിക്കുവാനായി അബ്രഹാമും തന്നോടൊപ്പമുള്ള ചില പുരുഷന്മാരും പോയി. ആനേർ, എഷ്കോൽ, മമ്രെ എന്നീ പുരുഷന്മാരുമൊക്കെ അബ്രഹാമിനോടുകൂടെ ഈ രാജാവിനോടൊപ്പം യുദ്ധത്തിൽ സഹായിക്കുവാൻ പോയി. യുദ്ധം ജയിച്ചു മടങ്ങി വരുമ്പോൾ അന്നത്തെ കാലത്ത് യുദ്ധം ചെയ്ത് കിട്ടിയ കൊള്ള അവർ പകുത്തെടുക്കാറുണ്ട്. അവിടെ അബ്രഹാം പറയുന്നൊരു പ്രസ്താവന, നിന്റെ ഒരു ചരടാകട്ടെ, ഒരു ചെരുപ്പിൻ്റെ വാറാകട്ടെ, നീ എനിക്ക് തന്നിട്ട് നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിക്കേണ്ടതിന് ഞാൻ നീ തന്നതൊന്നും എടുക്കത്തില്ല. ഒന്നുകൂടി പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, രാജാവേ, എനിക്ക് നിന്റെ യാതൊരു നന്മകളും ആവശ്യമില്ല. കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടതിലധികം തന്നിട്ടുണ്ട്. വാസ്തവത്തിൽ എല്ലാ വിശ്വാസികളെക്കുറിച്ചും ഇങ്ങനെ പറയുവാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളുടെ അപ്പനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരോട് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുക. കാരണം നമ്മുടെ അപ്പൻ, പിതാവ് ദൈവമാണ്. മറ്റൊരാൾ എന്നെ സമ്പന്നനാക്കിയെന്ന്, മറ്റൊരാൾ നിമിത്തം ഞാൻ സമ്പന്നനായി എന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. മറിച്ച് എൻ്റെ ദൈവം എന്നെ സമ്പന്നനാക്കിയിരിക്കുന്നു. എന്ത് മനോഹരമായൊരു പ്രസ്താവന, എന്തൊരു ദൈവാശ്രയമായി മനുഷ്യന്. അടുത്ത അധ്യായത്തിൽ വീണ്ടും പറയുന്നു, അബ്രഹാം വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനികനായി തീർന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്, മഹാധനികനായി തീർന്നു. ധനികനായി തീർന്നു എന്നുള്ളതിനേക്കാൾ അവിടെ ധനികനായി തീർന്നു എന്നാണ് പറയുന്നത്. ഇനി അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ആലോചിക്കുവാനായി ഒരു ഭൃത്യൻ പോവുകയാണ്.
അദ്ദേഹം പെഥുവേലിൻ്റെ ദേശത്തെത്തിയിട്ട് അവിടെ ചെന്ന് തൻ്റെ യജമാനനായ അബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, റിബേക്കയ്ക്ക് ഒരു യുവാവായി അല്ലെങ്കിൽ ഭർത്താവായി അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിനെ അബ്രഹാമിൻ്റെ വിശ്വസ്തദാസനായ ആ ദാസന് എലിയസർ എന്ന് നമ്മൾ പേരൊക്കെ പറയാറുണ്ട്, പക്ഷെ അവിടെ എലിയസർ എന്ന പേരൊന്നും പറഞ്ഞിട്ടില്ല. അബ്രഹാമിൻ്റെ വിശ്വസ്തദാസൻ ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിനെ അവിടെ അഡ്രസ്സ് ചെയ്യുന്നൊരു വിധമുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ യജമാനൻ, അവനെ ദൈവം അനുഗ്രഹിച്ച് അവൻ മഹാധനവാനായി തീർന്നിരിക്കുന്നു. അവന് പൊന്നും വെള്ളിയും ദാസീദാസന്മാരും കന്നുകാലി സമ്പത്തും ഒക്കെ വളരെ ഉണ്ട്. ഈ ഒരു ചെറുക്കൻ വീട്ടുകാരെ കുറിച്ച് പെങ്കൊച്ചിൻ്റെ വീട്ടുകാർക്ക് അറിവ് കൊടുക്കുക, സമ്പത്തിനെ കുറിച്ചായി പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരു അന്യദേശത്ത് ചെന്ന് ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുവാൻ അബ്രഹാം അയച്ച വിശ്വസ്തദാസൻ ഇതേ ഉള്ളൂ: എൻ്റെ യജമാനൻ സമ്പന്നനാണ്, ആവശ്യത്തിൽ കവിഞ്ഞത് അവൻ്റെ കാര്യത്തിലുണ്ട്. സ്തോത്രം. ഇത് വാസ്തവത്തിൽ നമുക്കൊരു മാതൃകയാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ദ്രവ്യാഗ്രഹമുള്ളവരാകാനല്ല, ധനമോഹമുള്ളവരാകാനുമല്ല, ധനത്തിന് പുറകെ പോകണമെന്നല്ല, പെട്ടെന്ന് സമ്പന്നനാകാൻ ആഗ്രഹിക്കണമെന്നുമല്ല. ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്, പെട്ടെന്ന് സമ്പന്നനാകാൻ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കെണിയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ്. ഇത് കാംക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുപോയി. ഇതൊക്കെ വാസ്തവമായിരിക്കെ തന്നെ സമ്പന്നത ദൈവികാനുഗ്രഹമാണ്. അപ്പം ദൈവത്തിൻ്റെ ഫേവർ കൊണ്ടുണ്ടാകുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമ്പന്നത. അതുകൊണ്ട് തന്നെയല്ലേ സദൃശവാക്യത്തിൽ പറയുന്ന യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. കണ്ടോ, അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. മനുഷ്യന്റെ അധ്വാനം കൊണ്ട് അതിനോടൊന്നും കൂട്ടുകയില്ല. എന്നോട് പറഞ്ഞാൽ മനുഷ്യന്റെ കഷ്ടപ്പാടും മനുഷ്യന്റെ അധ്വാനവും ഒന്നും കൊണ്ടല്ല സമ്പത്തുണ്ടാകുന്നത്, യഹോവയുടെ അനുഗ്രഹത്താലാണ്. ആവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നുണ്ട്, യഹോവയല്ലോ നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നത്. ആ ശക്തി എന്നുള്ള വാക്കിന് എബിലിറ്റി എന്നാ പറയുന്നത്. അപ്പൊ ദൈവം ആണ് ഒരു ദൈവവൈതലിന് സമ്പത്ത് അവനുണ്ടാകുവാനുള്ള എബിലിറ്റി കൊടുക്കുന്നു, കഴിവ് കൊടുക്കുന്നു. ഞാൻ ഈ പറയുന്നതിൻ്റെ താല്പര്യം, നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നാം സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും. അതിനുള്ള എബിലിറ്റി ദൈവം നമുക്ക് നൽകും, അതിനുള്ള കഴിവ് നമുക്ക് ദൈവം നൽകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ തുടങ്ങി വെക്കുന്ന ഏതും വർദ്ധിക്കും. അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ് അനുഗ്രഹത്തിൻ്റെ ലക്ഷണം? ഈ അനുഗ്രഹത്തിൽ ഉള്ളതാണ് സമ്പത്ത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചത്. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചിരുന്നു, ഈ സമ്പന്നനാകുക എന്നുള്ളതും ധനികനാകുക എന്നുള്ളതും രണ്ടാണ് എന്നുള്ള കാര്യം നാം ചിന്തിച്ചിരുന്നു. നമ്മളിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകാതെ തിരികെ നമുക്ക് ഈ അനുഗ്രഹം എന്താണെന്നൊന്ന് നോക്കാം. അനുഗ്രഹത്തിൻ്റെ ലക്ഷണം: ഒന്നാമത് സമൃദ്ധി, 2 സമാധാനം. അത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. ഒരുവൻ അനുഭവിക്കുന്ന സ്വസ്ഥത കേവലം സാമ്പത്തിക നിലകളല്ല, മറിച്ച് സ്വസ്ഥത അഥവാ സമാധാനം. അത് ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. ചുറ്റും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, തിരക്കുകളുണ്ടോ, അതിൻ്റെയൊക്കെ നടുവിൽ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, എല്ലാം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള ഒരു വലിയ ദൈവിക സമാധാനം, അത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. ആമേൻ. മാത്രമല്ല, ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണം തിരുവചനം പഠിക്കുമ്പോൾ
ഭാവിയിലേക്ക് നോക്കിയിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരുവന് പുഞ്ചിരിയിടുവാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, എൻ്റെ നാളുകൾ, എൻ്റെ നാളെകൾ എന്ന് പറഞ്ഞാൽ അടുത്ത നാളുകൾ, എൻ്റെ ഫ്യൂച്ചർ, അത് വളരെ സുരക്ഷിതമാണെന്നും അത് വളരെ സെക്യൂർ ആണെന്നുമുള്ള ഒരു മനോബോധം അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, നാം അനുഭവിക്കുന്ന ദൈവിക സമാധാനം കൊണ്ടാണ്. ആ ദൈവിക സമാധാനം എൻ്റെ നാളുകളിലേക്ക് ഒഴുകുകയാണ്. നാളെയെക്കുറിച്ച് ഓർത്താൽ എനിക്ക് ഭാരപ്പെടാനൊന്നുമില്ല, അത് സുരക്ഷിതമാണെന്ന് എനിക്കറിയാം. ഈ നാളെയെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറകളെക്കുറിച്ച് കൂടിയാണ്. എൻ്റെ തലമുറകൾ, അവരുടെ ഭാവി, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ്, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. എനിക്ക് ദോഷം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ്. എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കാർക്കും എന്നെ എനിക്കെതിരായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തതുപോലെ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള തിരിച്ചറിവ്. ഇതെല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഭാവിയിലുള്ള പ്രത്യാശയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ തുടങ്ങി വെച്ചതെല്ലാം വർദ്ധിക്കും. ഞാൻ നട്ടതും നനച്ചതും എനിക്ക് ഫലം തരും. ഞാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും മറ്റൊരു ലക്ഷണമാണ് ഈ യുലോഗിയായുടെ അഥവാ അനുഗ്രഹത്തിന് മറ്റൊരു ലക്ഷണമാണ് സൗഖ്യം. നിങ്ങൾ ശാരീരികമായി സൗഖ്യമുള്ളവരാകുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന് ഹിതം. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ്. അപ്പോൾ യേശു തൻ്റെ ശുശ്രൂഷ കാലയളവിൽ താൻ ചെന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള അവസാന രോഗിയെ വരെ സൗഖ്യമാക്കിയതാ നമുക്ക് കാണാം. കാരണം ഒരു മനുഷ്യൻ പോലും രോഗത്തിൽ ഭാരപ്പെടുന്നത് ദൈവഹിതമല്ല. പ്രൈസ് ഗോഡ്. നാം ഒരുപക്ഷെ കരുതും, നമ്മുടെ ആ കൊച്ചു മനസ്സിൽ അല്ലെങ്കിൽ ചെറിയ ഹൃദയം കൊണ്ട് നാം ചിന്തിച്ച് നാം ഇങ്ങനെ കരുതും, ചിലർ നന്നാകാനായിട്ട്, അവരെ വിശുദ്ധീകരിക്കാനായിട്ട് ദൈവം അവർക്ക് രോഗം കൊടുക്കും. ചിലർ സ്വഭാവം നന്നാകാനായിട്ട് ദൈവം അവരെ ചില അപകടങ്ങളിൽ ഏർപ്പെടുത്തും. നിങ്ങൾക്കറിയാമോ ദൈവമക്കൾ, ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ പണി. ഇതൊക്കെ നമ്മുടെ സങ്കുചിതമായ ചിന്താഗതിയാണ്. ദൈവം ഒരിക്കലും അങ്ങനെയല്ല. ദൈവം മനുഷ്യനെ പോലെ അല്ല ഇടപെടുന്നത്. സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, ദൈവം മനുഷ്യനെ പോലെ അല്ല ചിന്തിക്കുന്നത്. അല്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ നിരന്തരമായി മാനസാന്തരപ്പെടാതെ പാപത്തിൽ തുടർന്ന ചിലർ, അവർ സമൂഹത്തിനും രാജ്യത്തിനും ദൈവമക്കൾക്കും ദൈവസഭയ്ക്കുമൊക്കെ അവർ പ്രശ്നക്കാരായി വന്നപ്പോൾ, ശത്രുക്കളായി വന്നപ്പോൾ ചിലയിടങ്ങളിൽ ദൈവകരം അവരെ സ്പർശിച്ചിട്ടുണ്ട്. അത് വാസ്തവമാണ്. എന്നാൽ നാം ചിന്തിക്കുന്നത് പോലെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അത് നമ്മെ കഷ്ടങ്ങളിലൂടെ നടത്തുന്നു എന്ന് പറയുന്നത് തികച്ചും നിരർത്ഥകമായ ചിന്തയാണ്. സ്തോത്രം. കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അത് ദൈവവചനത്തിൽ ഉള്ള പഠിപ്പിക്കലുകളുമല്ല. എന്നാൽ ഭക്തരായിരുന്നവരും കർത്താവിനെ ഒത്തിരി സ്നേഹിച്ചവരും ദൈവവേലയിൽ ശുഷ്കാന്തിയുള്ളവരുമായിരുന്ന ദൈവദാസന്മാർ, അവർക്ക് തിരുവചനത്തിൻ്റെ വേണ്ടത്ര വെളിപ്പാടുകളില്ലാതെ പോയതുകൊണ്ടാണ് അവർ ഒരിക്കൽ പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കേണ്ടിരുന്ന ചില ഞെരുക്കങ്ങളും ചില പ്രശ്നങ്ങളും അതൊക്കെ ഒരു ദൈവാനുഗ്രഹം എന്നവണ്ണം കൈപ്പറ്റി അവരതിനെ അനുഭവിച്ചു. അവരത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങൾക്ക് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ദൈവഹിതം ഇല്ലാതെ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളതിനെ റിഫ്യൂസ് ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനൊന്നുമല്ല. പ്രൈസ് ഗോഡ്. ഞാൻ സൗഖ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ്റെ ഭവനത്തിൽ രോഗങ്ങളോ ബാധകളോ നിലനിൽക്കുന്നത് ദൈവഹിതമല്ല. ഞാൻ ഈ പറയുമ്പോൾ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം രോഗാതുരമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു
നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ അടിപ്പിണരുകൾ ഏറ്റതാണ്. അത് നിമിത്തമുള്ള സൗഖ്യം നിങ്ങളുടേതാണ്. ആ സൗഖ്യം നിങ്ങൾ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു വശത്ത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി അടികൊള്ളപ്പെടുന്നു. തൻ്റെ ശരീരം, തൻ്റെ പുറം ഉഴവുചാല് പോലെ കീറപ്പെടുന്നു. തൻ്റെ അസ്ഥികളെല്ലാം എണ്ണുവാൻ കഴിയും വണ്ണം മാംസം ശരീരത്തിൽ അടർന്നു പോകുന്നു. എന്തിനാ? നമ്മുടെ ശരീരം സൗഖ്യമാകുവാൻ വേണ്ടി. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുക്രിസ്തു അടികൊണ്ട ആ പാടുകൾ, ആ അടിപ്പിണരുകൾ നമ്മുടെ സൗഖ്യത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്, അതിന് തെളിവാണ്. നമ്മുടെ ശരീരം, നാം ചുമക്കുന്ന ഏത് രോഗവും ഏത് ബാധയും അതിൽ നിന്ന് നമ്മെ വിടുവിച്ചുവെന്നുള്ള ദൈവത്തിൻ്റെ ഡിക്ലറേഷനാണ് അവിടെ നടന്നത്. പലവരും നാം ഈ ഭാഗങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട് ദൈവിക സൗഖ്യത്തെക്കുറിച്ച്. അതെ, അനുഗ്രഹത്തിൻ്റെ വലിയൊരു ലക്ഷണമാണ് ഒരുവൻ അനുഭവിക്കുന്ന ദൈവിക സൗഖ്യം. ആ സൗഖ്യം എന്ന് പറയുന്നത് ശാരീരിക മാത്രമല്ല, മാനസികമായ സൗഖ്യം അതിലുണ്ട്, ആത്മീകമായതുണ്ട്. യോഹന്നാന്റെ 3-ാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ വീണ്ടെടുക്കപ്പെട്ടവന്റെ ആത്മാവ് ശുഭമാണ്. നമ്മുടെ ആത്മാവ് ശുഭതയോടെ വസിക്കുന്നത്. ഔവണ്ണം തന്നെ നമ്മുടെ ശരീരവും, നമ്മുടെ ദേഹിയും, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, സകലതും സൗഖ്യത്തോടെ ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. ആമേൻ. അപ്പൊ സമ്പന്നത മാത്രമല്ല, സൗഖ്യവും അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. ഒരു കാര്യം കൂടി ചിന്തിച്ചു വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവിക അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങളിൽ അല്ലെ നമ്മിൽ വെളിപ്പെടുന്ന ഒരു അകൈതവമായ സന്തോഷം. അനുഗ്രഹിക്കപ്പെട്ടവന്റെ മുഖത്തുള്ള പ്രസരിപ്പുണ്ടല്ലോ, അത് ദൈവികമാണ്. സ്തോത്രം. അവന്റെ മുഖം വാടിയിരിക്കുന്നില്ല, അവൻ സന്തോഷഭരിതനാണ്. കാരണം അവനെ നടത്തുന്ന, അവന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു അവബോധം അവൻ്റെ മേൽ ഭരിക്കുക. അവൻ്റെ സന്തോഷത്തെ ആർക്കും കെടുത്തിക്കളയാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ സമൃദ്ധി, ഐശ്വര്യം, സമാധാനം, ഭാവിയെക്കുറിച്ചുള്ള നല്ല പ്രത്യാശ, സൗഖ്യം, ഇത്തരം കാര്യങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് നാം ചിന്തിച്ചത്. അപ്പോൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. ഈ തിരുവചന പ്രകാരം നാം അനുഗ്രഹിക്കപ്പെട്ടവരാണോ? അതോ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിൻ്റെ പേരിൽ യേശു ഒരു വശത്ത് ക്രൂശിലെ ഭാരവുമായി ഗോൽഗോഥയിലേക്ക്, നമ്മൾ ആ മലയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതഭാരങ്ങളുമായി അതേ മലയിലേക്ക്, അങ്ങനെ അല്ല ക്രിസ്തീയ ജീവിതം. പ്രൈസ് ഗോഡ്. ഒരു തിരിച്ചറിവോടെ ദൈവകാര്യങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവികാനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ. നമുക്ക് കണ്ണടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദി. ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഈ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും വർധനവുകളും ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയും ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ശാരീരികവും മാനസികമായ സൗഖ്യങ്ങളുമെല്ലാം യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ മേൽ അങ്ങ് നിക്ഷേപിച്ചതിനായും അത് ഞങ്ങൾ അനുഭവിപ്പാനും അങ്ങേ എപ്പോഴും സ്തുതിപ്പാനും അവിടുന്ന് ആഗ്രഹിക്കുന്നതിനാലും ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ. ദൈവാനുഗ്രഹം എന്തെന്നുള്ള തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി
അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം വരെ ഒരുക്കണമേ. പ്രാർത്ഥിച്ച് അവിടുത്തെ കരങ്ങളിൽ തരുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ചിന്തയുമായി വേഗത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.